വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഫിഷ് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഞാനൊരു 7-8 വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7 ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു വലിയ പീസ് ഇഞ്ചി അതും ചതച്ച് വെച്ചേക്കുവാണേ. പച്ചമുളക് ഒരു 4 എണ്ണമാണേ, അതും എല്ലാം ചതച്ച് വെച്ചേക്കുവാണ്. ഈ കറിക്ക് ആവശ്യത്തിന് പുളി, സാമ്പാർ പുളിയാണ്, അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ്. ഈ പുളി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് നല്ല പോലെ പുളി വേണം, അങ്ങനെയുള്ളവർ അവരവരുടെ ആവശ്യത്തിനുള്ള പുളി എടുക്കുക. ഇതൊരു നോർമൽ പുളിക്കുള്ളതാണ്. പിന്നെ ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ എടുക്കുന്നത്. ഈ ടൊമാറ്റോ ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കും. എന്നിട്ടാണ് ഇത് നന്നായിട്ട് വഴറ്റിയാണ് നമ്മൾ കറി വെക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ കായപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ മീനിനും പറ്റത്തില്ല, ചില മീനുകൾക്കൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇത് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കും. അതാകുമ്പോൾ നമുക്ക് ആ വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പെട്ടെന്ന് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പൊടികൾ അങ്ങോട്ട് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുകയും ചെയ്യത്തില്ലേ. അതിനായിട്ടാണ് സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് ഇങ്ങനെ വെച്ചാൽ മതിയേ. ഈ തക്കാളി നമ്മൾ ഒരു 3-4 മുറിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് അരച്ചെടുക്കുക. അന്നേരം പിന്നെ കറിക്കകത്ത് ഇങ്ങനെ ആ ഒരു തക്കാളി കിടക്കുന്നത് പോലെ കാണുകയില്ല. ഗ്രേവിക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഗ്രേവിയും കിട്ടും കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ തക്കാളി അരച്ചെടുക്കുന്നത്. ഇതും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം നമുക്ക്. ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻകറിക്കൊക്കെ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ആ ചതച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടി നമ്മൾ ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഒരു 2-3 മിനിറ്റ് എടുത്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അതും ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന അരപ്പ് ആഡ് ചെയ്യാം. അരപ്പിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് സിമ്മിലേക്ക് മാറ്റിയേക്കണേ. സിമ്മിൽ കിടന്ന് വേണം ഇതൊരു 2-3 മിനിറ്റ് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഈ അരപ്പും കൂടെ. ഇനി നമുക്കിതിലേക്ക് ഈ ടൊമാറ്റോ അരച്ചത് കണ്ടോ, ഇത് അരച്ച് വെച്ചേക്കുവാണേ. ഇതും കൂടെ നന്നായിട്ട് ഇത് കിടന്നൊന്ന് വഴന്ന് വരണേ. വഴന്നതിന് ശേഷം വേണം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ച് കറി ഉണ്ടാക്കാനേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ടൊമാറ്റോയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ ഒന്നാകണേ. ആയിട്ട് വേണം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ആ സാമ്പാർ പുളി നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം മാത്രമായിട്ട് വെച്ചേക്കുവാണേ. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണേ. നമ്മൾ അധികം ഉപ്പ് ചേർക്കത്തില്ല. വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഈ സമയത്ത് ഞാനൊരു സ്വല്പം വിനിഗറും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ കഷ്ടിച്ച്. പുളി കൂടിയൊന്നും പോകത്തില്ല കേട്ടോ, നമ്മൾ അതിനനുസരിച്ചുള്ള പുളികളൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്വല്പം വിനിഗറും കൂടെ ഇതിനകത്ത് ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റ് വരും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മീൻകറിക്ക് നല്ലപോലെ കറിവേപ്പില ഇടണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫിഷ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണേ. നമ്മുടെ ഫിഷ് ഇവിടെ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നല്ല ഫ്ലെയിമിൽ വെച്ചേക്കുമായിരുന്നു ഞാൻ. ഇനി ഒരു 4-5 മിനിറ്റും കൂടെ നമുക്ക് സിമ്മിൽ വെച്ച് അപ്പോഴത്തേന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടും ഫിഷ് കറി കേട്ടോ. നമ്മുടെ ഫിഷ് കറി ഇവിടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി സിമ്മിൽ വെച്ചിട്ട്. നമുക്കിനി തുറന്ന് നോക്കാം. വെള്ളമൊക്കെ കുറച്ച് വറ്റി ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചിടണേ. നമ്മളൊരു ചെറിയൊരു കടായി എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുകും ഉലുവയും ഇതിനകത്തോട്ട് ചേർക്കണേ. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചില മീൻകറിക്കൊന്നും നമ്മൾ കടുകൊന്നും പൊട്ടിച്ചിടത്തില്ലേ. പക്ഷെ ചില കറികൾക്ക് കുറച്ച് ഇതുപോലെ ഉള്ളിയും കടുകൊക്കെ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആകണ്ട, ചെറുതായിട്ടൊരു ലൈറ്റ് കളർ വരുമ്പം നമുക്കിത് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും
കറിവേപ്പില എല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ചു വെക്കാവേ. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻകറിയായത് കേട്ടോ. വേറൊരു സാമ്പാർ പൊടിയും കുറച്ച് വിനിഗറും ടൊമാറ്റോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ പുളികൾ വേറെ വേറെ ഇടുമ്പോൾ അതിന് ആ ഫിഷ് കറിക്കും വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിലുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, നമുക്ക് മടുക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്